സിറിയയിൽ സർക്കാർ സൈന്യവും ഇസ്ലാമിക തീവ്രവാദികളായ വിമതരും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമാവുകയും വിമതർ അലപ്പോ കീഴടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കടുത്ത മാനുഷിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറിയൻ ക്രൈസ്തവർക്ക് അടിയന്തര പ്രാർത്ഥനാ സഹായവും മറ്റു സഹായ അഭ്യർത്ഥനയുമായി പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടന അന്താരാഷ്ട്ര കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡാണ് സിറിയൻ ക്രൈസ്തവർക്ക് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഗുരുതരമായ കേസുകൾക്ക് വേണ്ടി മാത്രം 2 ആശുപത്രികൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും ഭക്ഷ്യസാധനങ്ങൾ അപര്യാപ്തമാണെന്നും സംഘടന വെളിപ്പെടുത്തി. സാധനങ്ങളുടെ വില കുതിച്ചുയർന്നിരിക്കുന്നു. ജനങ്ങൾ ബോംബാക്രമണത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ഇരട്ട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മെത്രാൻമാരും വൈദികരും അലപ്പോയിൽ തുടരുകയും പാവപ്പെട്ടവരെ സഹായിക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്ഥിതിഗതികൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ജനങ്ങളിൽ ഭയവും അരക്ഷിതാവസ്ഥയും വർദ്ധിച്ചിരിക്കുകയാണെന്നും സംഘടനയുടെ സിറിയയിലെ പ്രൊജക്ട് മാനേജർ മരിയല്ല ബൗട്രോസ് വെളിപ്പെടുത്തി. അർമേനിയൻ ഡോക്ടർ വെടിയേറ്റ് കൊല്ലപ്പെട്ടതും ഹസാക്കയിലേക്ക് പോകുവാൻ തുടങ്ങിയ ബസ് ആക്രമിക്കപ്പെട്ടതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനങ്ങൾ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും നഗരത്തിലേക്ക് പ്രവേശിക്കുവാനോ പുറത്തു പോകുവാനോ ആർക്കും കഴിയാത്ത അവസ്ഥയാണെന്നും മരിയല്ലെ പറയുന്നു. അടിസ്ഥാന സേവനങ്ങൾ എല്ലാം താറുമാറായിരിക്കുകയാണ്. സ്കൂളുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ബാങ്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ആളുകൾക്ക് തങ്ങളുടെ ശമ്പളം പിൻവലിക്കുവാൻ പോലും കഴിയുന്നില്ല. ACN ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ജനറൽ ഫിലിപ്പ് ഓസറസും സിറിയയിലെ ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വ്യോമാക്രമണങ്ങളും വിമതസേനയുടെ കടുത്ത നിയന്ത്രണങ്ങളും ഗുരുതര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഒരുമയുടെയും ഐക്യത്തിന്റെയും സമയമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരോട് അലപ്പോയിലെ ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഒന്നിക്കുവാനും സമാധാനത്തിനും സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ACN അഭ്യർത്ഥിക്കുകയാണെന്നും ഓസറസിന്റെ അഭ്യർത്ഥനയിൽ പറയുന്നു.